മഴയായി നമ്മുടെ കാര്യമേ കഷ്ടത്തില്ല. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. കുട്ടികൾക്ക് ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആകാത്തതിനാൽ കുറച്ച് എക്സ്ട്രാ കെയർ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പനി, ചുമ, ജലദോഷം, ഇൻഡൈജഷൻ ഇതൊന്നും പോരാഞ്ഞിട്ട് സ്കിൻ ഡിസീസും. ഇതൊക്കെ ഈ സമയത്ത് എന്താ കൂടുതൽ കാണുന്നതെന്നല്ലേ? ആയുർവേദ പ്രകാരം മഴക്കാലത്ത് വാതദോഷം കൂടുകയും ദഹനശക്തി കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണക്രമത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ബേബീസിന് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചുകുട്ടികളുടെ കാര്യം വരുമ്പോൾ അവർക്ക് ഫ്രിഡ്ജിൽ വെച്ചതും പഴകിയതുമായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രഷ്ലി പ്രിപ്പയർഡും ചൂടുള്ളതുമായ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. സൂപ്പ്, കഞ്ഞി, പയർവർഗ്ഗങ്ങൾ ഇവയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ദഹനശക്തി മെച്ചപ്പെടും, പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. ഇഞ്ചി, ജീരകം, മഞ്ഞൾ എന്നിവ ഫുഡിൽ ആഡ് ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡൈജഷൻ മെച്ചപ്പെടുകയും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. ചെറിയ ചുമയോ ജലദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട പാലോ അജ്വൈൻ സ്റ്റീമോ തുളസി വെള്ളമോ കുടിക്കുന്നത് നല്ലതായിരിക്കും. ബേബീസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് അസുഖം വന്നാലും ഒരു പീഡിയാട്രീഷ്യന്റെ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. അവരോട് ചോദിച്ചിട്ടേ നമ്മൾ മെഡിസിൻ കൊടുക്കാൻ പാടുള്ളൂ. ആയുർവേദത്തിൽ ഈ സമയത്ത് ബോഡി മസാജിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വെളിച്ചെണ്ണയോ ഏലാതി തൈലമോ ബലാതൈലമോ ഉപയോഗിച്ച് മൈൽഡായിട്ട് ബോഡി മസാജ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികളുടെ ബോഡി ഗ്രോത്ത്, സ്ലീപ്പ്, ബ്ലഡ് സർക്കുലേഷൻ ഇവ ഇംപ്രൂവ് ചെയ്യുന്നു. പൊതുവെ ആരും സ്ലീപ്പിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും. ആയുർവേദത്തിലാണെങ്കിലും ഇൻ ജനറൽ ആയാലും ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ നല്ലതല്ലേ അത് വരാതെ പ്രിവെന്റ് ചെയ്യുന്നത്.